അമ്മയും അവന്തികയും പറഞ്ഞതുപോലെ ചികിത്സ കഴിഞ്ഞ സമൃദ്ധ ഗൗരിമോളെ മറക്കുമോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഗൗരിമൊക്കെ താങ്ങാൻ കഴിയുന്നവരില്ല. ഓ, അച്ഛന്റെ ഫോണിങ് തന്നെ. എന്തിനാ മോളെ? ഇങ്ങത്താ പറയാം. അച്ഛൻ ലോക്ക് എടുത്തതാ. അച്ഛൻ അമ്മയടുത്ത് ചേർന്ന് നിന്നേ. എന്തിനാ? നിക്ക്. തോളത്ത് കൈയിട്ടോ. ഫോട്ടോ എടുക്കാനാ? വേണ്ട വേണ്ട വേണ്ട. വേണം. നിക്കച്ചാ. നിക്കാം. കൈയിട്ടോ. ചിരിക്കച്ചാ. സൂപ്പർ. എവിടെ നോക്കട്ടെ? തരാം. രണ്ടൊരു അനങ്ങാതെ അവിടെ ഇരുന്നേ. ചെന്നിരിക്കേ. ഫോട്ടോ എടുത്തില്ലേ? അതൊക്കെ ഉണ്ട്, ഇരിക്കേ. അച്ഛാ കൈയിട്ടോ. എന്ത് കാണിക്കണം? അച്ഛാ താഴെ. എവിടെ നോക്കട്ടെ? കൊള്ളാമോ? ഫോട്ടോ കൊള്ളാലോ. എന്റെ കോലം കണ്ടില്ലേ ഈ ഡ്രസ്സില്? ഇരിക്കട്ടെ, ഈ കാലത്തിന്റെ ഓർമ്മയ്ക്ക് നമുക്ക് സൂക്ഷിക്കാം. പിന്നീട് ഓർക്കുമ്പോ ചിലപ്പോ ഇത് മാത്രമേ നമുക്കുണ്ടാവൂ. താങ്ക്സ് മോളെ. വെൽക്കം. ആഹാ, അച്ഛനും അമ്മയും മോളും കൂടെ വലിയ സന്തോഷത്തിലാണെന്ന് തോന്നല്ലോ. മോള് ഞങ്ങളുടെ ഫോട്ടോ എടുക്കായിരുന്നു. എവിടെ നോക്കട്ടെ? ആഹാ, മോക്ക് നല്ലതുപോലെ ഫോട്ടോ എടുക്കാൻ അറിയാലോ. എനിക്കും കൂടി ഒരു ഫോട്ടോ എടുത്തു തരണം കേട്ടോ. പിന്നെന്താ, തരാലോ. ഇപ്പൊ വേണോ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. ഇവിടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലാത്തതാ. പിന്നെ ഗൗരിക്കുട്ടി ആയതുകൊണ്ട് ക്ഷമിച്ചു. നസ്യത്തിന് സമയമായി. ഞാനും കൂടെ കണ്ടോട്ടെ? അയ്യോ, ഇവിടെ രോഗികളെ അല്ലാതെ വേറെ ആരെയും കയറ്റാൻ പാടില്ലാത്തതാ. എനിക്കും കാണണം. ഇങ്ങനെ വാശി പിടിക്കല്ലേ മോളെ. അച്ഛൻ മോളെ കൊണ്ടുപോയി ആശ്രമമൊക്കെ ചുറ്റിക്കാണിക്കും. വേണ്ട, എനിക്ക് അമ്മയുടെ കൂടെ വന്നാ മതി. അങ്ങനെ പറയല്ലേ മോളെ. ദേ, ട്രീറ്റ്മെന്റ് സമയത്ത് അമ്മയെ വിഷമിപ്പിക്കാൻ പാടില്ല. വാ, അച്ഛനല്ലേ വിളിക്കുന്നത്. വാ, വന്നേ പറയട്ടെ. അമ്മയുടെ ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴേക്കും നമുക്ക് വരാം. ദേ, അപ്പുറത്തെ ക്യാനിൽ ഐസ്ക്രീം കിട്ടും. അച്ഛൻ വാങ്ങിച്ചു തരാം. ശരി, വാടാ. ഏത് ഫ്ലേവറാ വേണ്ടേ? മോൾക്ക് അമ്മയോട് വലിയ അറ്റാച്ച്മെന്റ് ആണല്ലേ? അവക്ക് ഞാനില്ലാതെ പറ്റില്ല. തിരിച്ചെനിക്കും അങ്ങനെ തന്നെയാ. അവളെ എന്റെ ജീവൻ, എന്റെ എല്ലാം.